ഹായ്, എല്ലാവർക്കും സീതൂസ് ക്രാഫ്റ്റ് ക്യൂസിൻസിലേക്ക് സ്വാഗതം. ബി ക്രിയേറ്റീവ്, ബി ഹാപ്പി. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ഈ അടുത്ത് അൽദാന മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അടിപൊളി സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ ഉണ്ണിക്കുട്ടനെ എങ്ങനെയാണ് ആ ദിവസം എൻജോയ് ചെയ്തതെന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഡ്രസ്സ് നോക്കട്ടെ, സൂപ്പർ ഡ്രസ്സാണല്ലോ. നോക്കട്ടെ ആ, ഉണ്ണിക്കുട്ടൻ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇങ്ങോട്ട് നോക്കൂ പൊന്നപ്പ, അമ്മേനെ നോക്കൂ, ഇങ്ങോട്ട് നോക്ക്. അമ്മേനെ നോക്കൂ മണിയേ. ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാർ സീറ്റിലിരുന്ന് ഭയങ്കര സുഖമായിട്ടിരിക്കും. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇരിക്കാമല്ലോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് കേട്ടിരിക്കുക അവൻ്റെ ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് താളമൊക്കെ പിടിച്ച് ആൾ നല്ല സുഖമായിട്ടിരിക്കും. ഇത്തവണത്തെ വീക്കെൻഡിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടനും അച്ഛനും ചോറൊക്കെ തിന്നതിന് ശേഷം അവർ ഉച്ചയ്ക്കുള്ള ആ ഒരു ഉറക്കത്തിൻ്റെ സമയമൊക്കെ ആയപ്പോഴും ഭയങ്കര കളിയായിരുന്നു ഉണ്ണിക്കുട്ടൻ. അച്ഛനുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ അങ്ങനെ അവർ കളിച്ച് രണ്ടുപേരും കളിയും ചിരിയും ബഹളമൊക്കെ ആയി അങ്ങനെ 4 മണിയായിട്ടും ഉണ്ണിക്കുട്ടന് ഉറക്കത്തിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കഴിഞ്ഞ എന്നോ ഒരു തവണ അൽദാന മാളിലുള്ള ഫൺ വില്ലയിൽ ഉണ്ണിക്കുട്ടനൊരു കാറിലിരിക്കുന്ന ആ കുട്ടികൾക്കായിട്ടുള്ള കാറിലിരിക്കുന്ന ആ ഒരു ഫോട്ടോ കണ്ടത്. അപ്പോൾ അവന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ കാറിൽ പോകണമെന്ന്. അപ്പോൾ ഈ ഭയങ്കര അച്ഛാ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ രീതിയിൽ പറയുന്ന കേട്ടപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും വിചാരിച്ചില്ല. പെട്ടെന്ന് തന്നെ ഏട്ടൻ പറഞ്ഞു, നമുക്ക് പോവാം, ഉണ്ണിക്കുട്ടനെ അത് കാണിക്കാൻ കൊണ്ടുപോകാം, എന്തായാലും ഈ വീക്കെൻഡ് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളതാണ്. യാതൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇവൻ്റെ ആഗ്രഹത്തിന് ഞങ്ങൾ അന്ന് പോയിട്ടുള്ളതായിരുന്നു. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഈ അൽദാന മാളിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങൾ നിൽക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് ഒരുപാട് വില്ലകളും പള്ളികൾ പിന്നെ മാർക്കറ്റുകൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഫ്ലാറ്റുകൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നിറയെ മരങ്ങളുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്. നല്ല ഭംഗിയുള്ളതാണ്. ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇതിലൂടെയൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ചില അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നടക്കാറുണ്ട്. നല്ല സുഖമുള്ള സമാധാനമുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ, അൽദാന എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങൾ നിൽക്കുന്ന ഒരു ഏരിയ. പോകുന്ന വഴിയിൽ തന്നെ ഉണ്ണിക്കുട്ടൻ ഏകദേശം നല്ല ഉറക്കം വരുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ ഭയങ്കര ഉഷാറായിരുന്നു. പക്ഷെ പാട്ടൊക്കെ കേട്ടിരിക്കുന്ന ആ ഒരു ഇതിൽ അവൻ താനെ ഉറങ്ങാൻ പോകുന്ന ഒരു ലക്ഷണമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ട്. കയ്യിൽ ആ കാറൊക്കെ അവൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല, നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ പാട്ടൊക്കെ കേട്ടിട്ട്. എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അൽദാന മാളൊക്കെ ഒന്ന് കണ്ടിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ അവിടെ ഉള്ളതാണ്, അപ്പോൾ അവിടെ എന്തെങ്കിലും നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ നോക്കാം എന്നാണ് ആദ്യം പ്ലാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വിചാരിച്ചു എന്തായാലും ഇവൻ നീക്കാനൊരു 2-2.5 മണിക്കൂർ എടുക്കുമല്ലോ, ആ സമയം കൊണ്ട് നല്ല സിനിമ ഓടുന്നുണ്ടെങ്കിൽ കണ്ടാലോ.
അങ്ങനെ ഞങ്ങൾ അൽദാന മാളിലുള്ള റോയൽ സിനിമാസിൽ ഏത് സിനിമയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ മനസ്സിലായി നാട്ടിലും ഇവിടെയും ഒരുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജ് ബേസിൽ ചിത്രമാണത്. അങ്ങനെ അത് കാണാം. ഫ്രണ്ട്സിനോടൊക്കെ അപ്പം എന്നെ ഫോൺ വിളിച്ച് നോക്കി. നല്ല സിനിമയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ആദ്യമേ പറയട്ടെ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ആ ഒരു ഇത് വെച്ചിട്ട് പറയാണ്, നല്ല സിനിമയായിരുന്നു കേട്ടോ. ഈ ഒരു സിനിമ കാണാൻ പോകലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഉണ്ണിക്കുട്ടനുമായിട്ട് അവൻ ജനിച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ഫാമിലി ആയിട്ട് ഒരു തിയേറ്ററിൽ പോയിട്ടൊരു സിനിമ കാണുന്നത് ഈ ഒരു സിനിമയാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടൻ്റെ ചോറ് കൊടുത്ത ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾക്ക് ഇതായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സിനിമ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കൂടിയായിട്ടാണ് കേട്ടോ ഞാൻ ആ സിനിമയ്ക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് റെഡി പറഞ്ഞത്. നമുക്ക് അതിനെ കാണാൻ പോവാം. അങ്ങനെ ടിക്കറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ നീറ്റു വിട്ടാൽ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ ആകെ തകിടം മറിഞ്ഞ് അവൻ നീറ്റു. ആദ്യമായിട്ട് ഇവനെ കൊണ്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഇവൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഭയങ്കര ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടപ്പെട്ട കാറിലൊക്കെ കൊണ്ടിരുത്തി അവന് പാലൊക്കെ ഞാൻ ആദ്യമേ കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, അവന് ഇരുട്ട് കുറച്ച് പേടിയുള്ള പോലെയുള്ള ആളാണ്. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ചെറുതായിട്ട് അവന് പേടിയാണ്. അപ്പോൾ തിയേറ്ററിൽ ഓൾറെഡി ലൈറ്റൊക്കെ ഓഫ് ആക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അവനോട് പറഞ്ഞു, ഉണ്ണിക്കുട്ടാ ഇങ്ങനെ തിയേറ്ററിൽ ലൈറ്റൊക്കെ ഓഫ് ആക്കൂട്ടാ, കരയരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ മനസ്സിലാക്കിപ്പിച്ചു. എന്തെങ്കിലും വല്ല മനസ്സിലായോ എന്ന് അറിയില്ല. പക്ഷെ അപ്പോൾ എനിക്ക് പേടിയാവും അമ്മയെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നോക്ക്, അവൻ കരയുകയാണെങ്കിൽ ഞങ്ങൾ സിനിമയൊക്കെ അവിടെ ഇട്ടിട്ട് പോരാന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലെത്തി. ഉണ്ണിക്കുട്ടൻ ഈ ഒരു സാഹചര്യമായിട്ട് പെട്ടെന്ന് തന്നെ ഇതാവണമെന്ന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കയറി ഇരുന്നത്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളും അവിടുത്തെ ഇങ്ങനെ കണ്ടീഷനൊക്കെ അവനൊന്ന് പെട്ടെന്ന് തന്നെ ഇതാവും. അങ്ങനെ ഓരോ സിനിമകളുടെ ട്രെയിലറുകളൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ കുറേ കാർട്ടൂൺ സിനിമകളുണ്ടായിരുന്നു, പിന്നെ മലയാള സിനിമകൾ, ഇംഗ്ലീഷ്, അങ്ങനെയുള്ള പല വെറൈറ്റി സിനിമകളൊക്കെ വന്നപ്പോൾ ഇവൻ കാർട്ടൂൺ ഒരു വലിയ സ്ക്രീനിൽ കാണുന്ന പോലെയൊക്കെ ആദ്യം തോന്നിയപ്പോൾ അവൻ അങ്ങോട്ട് അതിനോടൊന്ന് യോജിച്ചു. പിന്നെ അവനത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ സ്കൂളൊക്കെ പൂട്ടി ഈ ഒരു സമയത്ത് നമുക്ക് കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റുന്ന, ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന, കസിൻസൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന, ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകാൻ പറ്റുന്ന നല്ല സിനിമയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സിനിമയൊക്കെ കണ്ട് ആ സിനിമ നമുക്ക് തരുന്ന ഒരു ഫീലുണ്ട്. നല്ല അടിപൊളിയായിട്ട് രസമായിട്ട് ഹൃദയം തുറന്ന് ചിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ആ ഒരു സോങ് പോലെ തന്നെ, കൃഷ്ണ കൃഷ്ണ രാധേ കൃഷ്ണ, ആ ഒരു ഫീലോടുകൂടി പുറത്തിറങ്ങി ആ സിനിമയുടെ അതേ മൂഡ് തന്നെ ഒരുപാട് സമയം നമ്മൾ അതിലെ രസകരമായ സിനിമ സീനുകളൊക്കെ ആലോചിച്ച് കുറേ നേരം ചിരിച്ചു. പിന്നെ അങ്ങനെ ഉണ്ണിക്കുട്ടനെ ഞങ്ങൾ ഡയറക്റ്റ് കൊണ്ടുപോയത് അവന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫൺ വില്ലയിലാണ്. അങ്ങനെ അവനെ ആ കാറിലിരുത്തി. ഇനി അതിൻ്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. പേടിക്കണ്ട, അത് വണ്ടി ഓടിക്കണത് ശബ്ദ വേണ്ട. ഇതെന്തിട്ടാ അത്? എക്രോസ്. ഇതെന്തിട്ടാ? ബിഗ് ബാസ്. മീനോ കാണണോ? Monkey Mania. ആനയുണ്ടല്ലേ? ആനല്ലേ സിംഹം? ആനല്ലേ ഹിപ്പോപ്പൊട്ടാമസ്?
ടിഷു ഡ്രാഗൺ പഞ്ച്. ടിഷു ടിഷു. എവിടെ മിമ്മി? എടാ നമ്മളാ അവയ്ക്ക് പിടിക്കും മ്യൂസിക് ഇടാം. പിടിക്കടാ പൊന്നപ്പാ, ഹാൻഡിൽ പിടിക്ക്. പിടിച്ച് ഹാൻഡിൽ പിടിച്ച പൊന്നപ്പാ, ഹാൻഡിൽ പിടിക്ക്. മെല്ലെ മെല്ലെ. ഇനി ചാട്. ചാട്. മെല്ലെ ഇറങ്ങും, മെല്ലെ ഇറങ്ങും. അവൻ പഞ്ച് ചെയ്യണം കേട്ടോ. അവനെ പെണ്ണ് ഇടുക്കി ഇടുക്കി ടിഷ്യൂ ടിഷ്യൂ ഇടിക്കും. കുറച്ച് നേരം ഈ ഒരു ഫൺ വീലയിലെ ഗെയിമൊക്കെ കളിച്ച് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത്രയൊക്കെയാണ് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത് കാഴ്ചകൾ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഒരുപാട് ക്രാഫ്റ്റ് ഐഡിയാസ് ഞാൻ ചാനലിൽ ഷോർട്സ് വീഡിയോസായിട്ടും മറ്റുള്ള വീഡിയോസായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസ് ആയിട്ട് അയയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.